ഒന്ന് വേഗം കയറാ. ഒരു പെണ്ണ് വരുന്ന പറഞ്ഞ് മണിക്കൂർ 4,000 വെള്ളത്തിൽ കിടക്കണേ. എടാ നോക്കിയിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കണ. അയ്യടാ ഞാൻ കുളിച്ചതാ. തമാശക്കാരൻ അവന്റെ എന്റെ മുണ്ട് വെള്ളത്തിലിട്ട് എടുത്ത് പിടിച്ചിട. പയ്യങ്ങോട്ട് വരാൻ മുണ്ട് പിടിച്ചിട. പെണ്ണ് വരുന്നു. ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ. അത് ഞാൻ ഏറ്റവും മോനെ. ദൈവമേ, ഇപ്പം പൊന്തിയ ശവം പൊന്തിയന് തുല്യാവും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന്. കണ്ട എംബോക്കികളൊക്കെ വായി നോക്കി കണ്ടില്ലേ? കേറി പൊടി. ഓ, അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ? വേഗം പൊടി. മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താടാ വന്നു നാടകങ്ങൾ ഇവിടെ തുടങ്ങിയോ? ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത്? പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു. പശു കാളയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും. എന്താടാ പാപ്പച്ചന്റെ അമ്മ? അമ്മ അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. കർത്താവേ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ? കുറച്ചു നേരം ആയുള്ളൂ. പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെല്ലും. എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ. വിഷമിക്കാനൊന്നുമില്ല. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ. പാപ്പച്ചൻ നിക്ക്, മുഴുവൻ പറയട്ടെ. പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ എന്ന് പറഞ്ഞു. ഞാനത് പറയാൻ തുടങ്ങിയതാ. ഈ മീനിട്ട് ഇതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിനാ നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ. കാലനും കലികാലം കൊള്ളാം. നല്ല കാച്ചിങ് ടൈറ്റിൽ. കൂരാകൂരിട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ. പാപ്പച്ച, പാപ്പച്ച, ആരാ? നിന്റെ കാലൻ. ഒന്നിറക്കി വേടാ. കാലനോ? ഇത്ര പെട്ടെന്ന് വന്നോ? സൂപ്പറായിട്ടാ. നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത്, നിന്നെ നായകനാക്കിട്ട് ഒരു ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേൾക്കരുത്. എപ്പോഴും മുണ്ടെടുത്തിട്ടോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലെന്ന് ആലോചിക്കാ. എന്നെ മുണ്ട് പോവല്ലേ? അമ്മ അങ്ങോട്ട് പോ. അമ്മ അങ്ങോട്ട് വരില്ലട്ടോ. ഇങ്ങോട്ട് വരില്ല അമ്മേ. ഏത് പെണ്ണാണ് ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുരുത്തം കെട്ടോ 7-ാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയില്ലോ. മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ചോ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവൂ. അച്ഛൻ പറയാതെ ഞാനങ്ങനെ. കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുറുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും. മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുരുക്കിന്റെ മുള്ളല്ല ഇപ്പൊ തേഞ്ഞ് ഒരുമാതിരി മെഴുമെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാനേതായാലും ഗുണം പിടിക്കില്ല. എടാ, നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതരാൻ. നിനക്ക് ശകുന്തളി ദുഷ്യന്തനും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ച. അച്ഛൻ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുകളുള്ള പരിപാടിയാ. മാത്രല്ല അമ്പല കമ്മിറ്റിക്കാരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള മിമിക്രിയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട. നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം. കാരണം ബൈബിള് വായിച്ചിരിക്കണം. അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ. നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ, സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. എന്ത് ചെയ്യാം,
ഇറക്കാൻ കാശ് വേണ്ടേ? എടാ എനിക്ക് നായകവേഷം തരുന്നുണ്ടെങ്കിൽ ഈ ചായക്കൂടെ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങാമെന്ന് സമ്മതിച്ച ആളാണ് ഞാൻ. ചതിക്കല്ലേ അബ്ദുക്ക, നിങ്ങൾ ഈ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും. ആരുടെ മയ്യത്തായി പേപ്പറുണ്ട്, പുതിയ ന്യൂസ് ഉണ്ട്. ഫാദർ വട്ടക്കുഴി എല്ലാവരും പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഫാദർ പുതിയ ആളെ തുടങ്ങി. അസ്തദിക്കുകൾ കിടിലം കൊള്ളുമാറ് റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന എന്റെ സർപ്പസന്തതികളെ, വെനീസിലെ സുന്ദരി, രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി. പാപ്പച്ചൻ വരുന്ന സംവിധാനം ചെയ്ത് തന്നാ മതി. വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു, അടി അടി അടി, നിന്റെ ചാട്ടുവാറുകൾക്ക് വിശ്രമം കൊടുക്കാതെ അടി. മനുഷ്യനെ കൊണ്ട് ചവിട്ടിമതിക്കുന്ന ദുഷ്ടസന്തതി, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ അടി. കലക്കി വെച്ചോ. പാപ്പച്ചനെഴുതിയ നാടകത്തിനേക്കാളും ഉഗ്ര നാടകം. അടിമയുടെ വേഷം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്തിരിക്കുന്നു. നിനക്ക് ഞാൻ യേശുക്രിസ്തുവിന്റെ വേഷം തരാം. എന്താ? അല്ല, ഇവനാവുമ്പോ കുരിശിന് പകരം രണ്ട് ഈർക്കിലി വെച്ച് കെട്ടിയാ മതിയല്ലോ. ഇവിടെ വേഷങ്ങൾ തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ. അല്ല, അതൊക്കെ കണ്ടില്ലല്ലോ. അച്ഛൻ ട്രൂപ്പ് തുടങ്ങി അറിഞ്ഞപ്പോഴേ നായിക ബുക്ക് ചെയ്യാൻ പോയിരിക്കുക. ഓഹോ. ആ, ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു. വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു. അനർഘ നിർഗളമായി ഒഴുകുന്ന ജീവിത നദിയുടെ മറുകര നിന്നുകൊണ്ട് അവൾ വിളിച്ചു, ചേട്ടാ. പാപ്പച്ച, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. പ്രൈവറ്റ് ആയിട്ട് 2 വരി എഴുതാൻ പോലും സമ്മതിക്കില്ല. എന്താടാ കാര്യം? എടാ, ലക്ഷ്മിയുടെ കല്യാണം ഉറപ്പിച്ചു. നന്നായി, ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. മനുഷ്യരോട് ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ അവന്റെ ഒരു... നീ വിഷമിക്കാതിരി. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകത്തിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്ത്? ഇതിലെ നായകൻ നിന്നെ പോലെ പേടിത്തൂർണ, പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, ആള് ഭയങ്കരനാ. നമുക്ക് വഴി ഉണ്ടാക്കടാ. ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാണ് ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെക്കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ലല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയുടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനെന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഓ, ഈ കുറ്റിയക്കാരാ കണ്ടുപിടിച്ച്. അയ്യോ, മനസ്സിലാവില്ല. അച്ഛനമ്മ അറിഞ്ഞ കഴിക്കേണ്ടത്. എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ, അവനെയും കൊല്ലും നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താം. വേണ്ട കുമാര. വേണം കുമാരി. കുറിച്ച് ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷനാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപ്പുരേന. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക, ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെന്റെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും.
കുർബേടാ ഒന്ന് പെട്ടെന്ന് മാല തുടങ്ങ്. കുർബേടാ എന്താ എന്താ ഒരു കള്ളൻ കയറി. കള്ളനോ? കള്ളൻ എവിടെ? ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ എന്താ കുറിപ്പേട്ടാ? ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ? ആ എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ പോയി നോക്കടാ. ചേട്ടാ ഇത് കയറാൻ. അപ്പൊ ഞാൻ കള്ളനെ ഒന്നും പറയണ്ട, ഇത് കയറാൻ. അല്ല. ചേട്ടാ ഞാൻ എങ്ങോട്ടാ നീ എവിടെയെങ്കിലും പോ. മോളെ ലക്ഷ്മി, എവിടെയാ പോണേ? അച്ഛനാ അത്. ആ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കണെന്ന് അറിയാൻ പറ്റില്ലേ? ആ ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. ആ താടിത്തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ? അല്ലേടാ ഞങ്ങൾ ആളറിയാതെ. ഇവിടെ കള്ളൻ റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും. എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒന്ന് പോയടാ, പോയേ. പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ.